ഉപ്പും മുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സിദ്ധുവിൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരി സിദ്ധുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ സിദ്ധുവിനാണെങ്കിൽ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഓ, അനാർക്കലി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയം പുതുക്കുമ്പോഴത്തേക്കും നമ്മുടെ കേശുവും ലച്ചുവും പാറുക്കുട്ടിയും അതുപോലെ നമ്മുടെ ശിവാനിയും കൂടെ മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓ, ആ പരിചയം പുതുക്കിയപ്പോഴുള്ള സിദ്ധു അളിയൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയല്ലേ. അത് പിന്നെ പറയേണ്ടതുണ്ടോ, നല്ല ഹാപ്പിയായി സിദ്ധു അളിയെന്ന് നമ്മുടെ ശിവാനിയും കൂടെ പറയുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേരുടെ ക്രഷായിരുന്നു സിദ്ധു എന്നും. അപ്പം ലച്ചു ആണെങ്കിൽ അങ്ങനെ വെറുതെ നിന്ന് കേൾക്കുമോ, ഒരു കുത്തങ്ങ് തിരിച്ചു കുത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ടീച്ചേഴ്സിൻ്റെയും ക്രഷായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാർക്കലിക്ക് മറുപടിയില്ല. എന്തായാലും അനാർക്കലിയും നമ്മുടെ സിദ്ധുവും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കണ്ടിട്ട് പൊസസീവ് അടിച്ച് നടക്കുവാണ് നമ്മുടെ ലച്ചു. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നമ്മുടെ കേശു ആണെങ്കിൽ ശിവാനിയോടും ലച്ചുവിനോടും പറയുന്നുണ്ട്, പണ്ടത്തെ ക്രഷ് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അത് കേട്ടതും പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ ലച്ചു. അപ്പം കാര്യം തിരക്കി ആൻറ്റിയും മുത്തശ്ശിയും വന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിദ്ധുവിൻ്റെ പഴയ ക്രഷ് കാണാൻ വന്നിരിക്കുന്നു. അവർ തങ്ങളിലാണ് ഇപ്പം നിന്ന് സംസാരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ് ആകെ ജഗപുകയാകുന്നുണ്ട്. എന്തായാലും സിദ്ധുവിൻ്റെ സമാധാനം പോയി, അതിൻ്റെ 10 ഇരട്ടി പോയിരിക്കുവാണ് ലച്ചുവിൻ്റെ. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സഹിക്കുന്നതിനപ്പുറമായിരിക്കും കാത്തിരിക്കാൻ എന്തൊക്കെയാകുമെന്ന്.